എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഡിഷായിട്ടുള്ള ചിക്കൻ ലിവർ റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. വളരെ സിമ്പിളും എന്നാൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനൊരു ബൗളിൽ കുറച്ച് ലിവർ എടുത്തിട്ടുണ്ട്, ചിക്കൻ ലിവർ. അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാനതിലേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അളവ് കറക്റ്റായിട്ട് പറയുന്നില്ല, ചെയ്യുന്ന രീതി മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഇൻഗ്രീഡിയൻസുമാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഞാനതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാനതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഇടേണ്ടവർക്ക് ഇടാം, ഞാനത് വിട്ടുപോയതാണ്. അപ്പോൾ ഗരം മസാലയും കൂടി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഈ സമയത്ത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ്, നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തിരുമ്മി മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഞാൻ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു പച്ചമുളക് കീറിയിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് സവാള ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും നോക്കിയിട്ട് വേണം വഴറ്റി കൊടുക്കാൻ. ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴണ്ട് വരും, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി നമുക്ക് അടച്ച് വെക്കാവുന്നതാണ്. നമ്മൾ ലിവറിൽ ഇട്ട ഉപ്പിനനുസരിച്ച് നോക്കിയിട്ട് വേണം ഇതിൽ ഉപ്പിടാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിത് ഒരു പകുതി കട്ട് ചെയ്ത തക്കാളിയുടെ പകുതിയാണ് കേട്ടോ, ഫുൾ ഇടുന്നില്ല. ഇത് ഓപ്ഷണലാണ്, ചേർക്കാത്തവർക്ക് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ പകുതി തക്കാളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായി തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ മസാലകൾ ചേർക്കുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, മുളക് പൊടി, മസാലപ്പൊടി, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി. ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഇതിൽ ചേർക്കേണ്ടത്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കണ്ടില്ലേ, ഇത്രയും പൊടികൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഞാൻ ഈ സമയത്ത് ലിവർ ഇട്ടിട്ടുണ്ട്, അത് വീഡിയോയിൽ എങ്ങനെയോ മിസ്സായിപ്പോയി. അപ്പോൾ ലിവർ ഇട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വയ്ക്കുക. ഇതിലിനി പ്രത്യേകിച്ച് പൊടികൾ ചേർക്കേണ്ട കാര്യമില്ല. നമ്മളിനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതിയാവും. ഇനി നമ്മളിതൊന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്ത് വരട്ടി എടുക്കുക. ഒത്തിരി വരളുണ്ട്, കാരണം റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു രീതിയിലിരിക്കണം, ഒത്തിരി വരണ്ട് പോകണ്ട. അപ്പോൾ അത് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഈ പരുവത്തിന് എടുക്കുക. ഇനി നമുക്ക് അപ്പത്തിനോടെയോ ദോശയോടെയോ എന്തിൻ്റെ കൂടെയോ കഴിക്കാം. ഞാനിപ്പോൾ കപ്പയുടെ കൂടെയാണ് എടുത്തേക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.